എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറയാം. കാരണം തിരുവോണത്തിൻ്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പഴം നുറുക്കാണ് ഇന്നത്തെ ഐറ്റം. പക്ഷേങ്കിൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേങ്കിൽ ഷുഗർ ഉള്ളവർ അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പഴം നുറുക്ക്, പഴയ തലമുറയുടെ അഥവാ പഴമക്കാരുടെ ആരോഗ്യത്തിൻ്റെയും കൂടി രഹസ്യമായിരുന്ന ഈ പഴം നുറുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിന് പഴുത്ത ഏത്തയ്ക്ക വേണം, എങ്കിലും ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക ആവാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഏത്തയ്ക്കയൊക്കെ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയാൽ നല്ലത്. ഇപ്പോൾ ഈ ഏത്തയ്ക്ക ഒന്ന് പൊളിച്ചെടുക്കണം നമുക്ക്. അതിനുശേഷം ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ചിലർ തീരെ കട്ടി കുറച്ച് ചെയ്യും, ഞാനതൊരു കുറച്ച് നീളത്തിലാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. പഴം നുറുക്ക് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ വേഗം ഇത് ശകലം കൂടെ സമയം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പഴമെല്ലാം നമ്മൾ നുറുക്കുകളാക്കി ഇനി നമുക്കിതൊന്ന് വേവിക്കണം. കട്ട് ചെയ്ത പഴം നമുക്ക് വേവിക്കാനുള്ള ചട്ടിക്കകത്തേക്ക് ഇടാം. ഒരു 3 ഏത്തക്കയല്ല ഞാൻ എടുത്തത്, അത് വേകാനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളമെന്ന് പറയാം. കുഴഞ്ഞു പോകാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിം മതി. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ അടിയിൽ അത് പിടിക്കാൻ പാടില്ല. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം, ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കാതെ കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. ഒരു പഴനുറുക്ക് വേകണം, പക്ഷെങ്കിൽ അത് കുഴഞ്ഞു പോകരുത്. വേറൊരു പാൻ വെച്ച് നമുക്കതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കണം. ഇതൊരു ഓപ്ഷനിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം, കാരണം അതൊന്ന് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടിയാണിത്. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടാം. അത് നമ്മൾ ചെറിയ തീയിൽ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിങ്ങനെ മൂത്ത് വരുന്ന ഉടനെ ഇപ്പം തേങ്ങയും കൂടെ ഇടാം. തേങ്ങയും കൂടെ ചേർത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഓപ്ഷനിലാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യണ്ട. പക്ഷെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായാൽ മതി. ഇനിയും ഈ കപ്പലണ്ടിക്ക് ഈ പറങ്ങണ്ടിക്ക് പകരം നമുക്ക് കപ്പലണ്ടി ഇല്ലേ, അതായാലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും മൂത്താൽ മതി, ഒരുപാട് മൂക്കണ്ട. ഇത് ഞാൻ മാറ്റാം. ഇവിടെ ഇപ്പം നമ്മുടെ പഴനുറുക്ക് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കത് പൊടിഞ്ഞു പോകാനോ കൊഴിഞ്ഞു പോകാനോ ഒന്നും പാടില്ല, ഇത്രയും മതി. ഇപ്പം ഞാനത് തീ ഓഫ് ചെയ്യാണ്. ഇപ്പം വറുത്ത പാൻ തന്നെ ഉപയോഗിക്കാം. അതൊന്നുകൂടെ ഞാൻ തീ കത്തിച്ചു. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം. നെയ്ക്കകത്തും ശർക്കരയ്ക്കകത്തും വഴറ്റിയ ഏത്തക്കയാണ്. അതിനൊപ്പം നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങയും കശുവണ്ടിയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് പഴം നുറുക്കിടാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഏത്തക്ക കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി അതുപോലെ തന്നെ അരിച്ച ശർക്കര അതൊഴിച്ചു കൊടുക്കാം. മധുരം നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ചും ആരോഗ്യമനുസരിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യും ശർക്കരയും കൂടെ ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ ആ കുറുകിയ ശർക്കര ഇതുമേൽ നല്ല പരുവത്തിന് പിടിക്കുമ്പോഴത്തേന് നമ്മുടെ പഴനുറുക്ക് റെഡിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും തേങ്ങയും ഇട്ട് കഴിഞ്ഞാൽ സംഗതി ഓവർ. ഇത് തിരുവോണ ദിവസത്തിലെ പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് അറിവില്ല, എങ്കിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് പക്ഷേ തിരുവോണത്തിനല്ല, എല്ലാ ദിവസവും നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ കൊടുത്തുവിടാൻ നല്ല ഒരു ഐറ്റമാണ്. കാരണം ശർക്കര എന്നൊക്കെ പറയുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തിരുവോണത്തിന് മാത്രമല്ല, അല്ലാത്ത ദിവസത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ഇത് വളരെ സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഓണത്തിൻ്റെ അന്ന് രാവിലെ ഇതാക്കുന്നത്. കാരണം ഒരുപാട് പണികൾ മറ്റേത് കിടപ്പില്ലേ ഉച്ചക്കത്തേക്കൊക്കെ. അപ്പോൾ ഇത് രാവിലെ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് സമയവും ലാഭിക്കാമല്ലോ. അതായിരിക്കണം ഐഡിയ. നമ്മുടെ പഴം നുറുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും അതുപോലെ തന്നെ കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്താൽ മതി. അപ്പോഴത്തേന് ആ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.